ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അബ്ദുൽ നാസർ. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിവ വീഡിയോ എഡിറ്റർ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ സ്വന്തം വെച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്യുക, അതുപോലെ അതിൽ നമ്മുടെ പേര് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, കൂടെ നമുക്കിഷ്ടപ്പെട്ട സോങ്ങുകളെല്ലാം അതിൻ്റെ കൂടെ എങ്ങനെ സെറ്റ് ചെയ്യുക, ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോകൾ, മൂന്നോ നാലോ വീഡിയോസുകൾ എങ്ങനെയാണ് ഒന്നാക്കി യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 വീഡിയോ ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 5 വീഡിയോ ക്ലിപ്പും ഒരു വീഡിയോ ആക്കി നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, 10-200 ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ മുന്നാടി എൻ്റെ ഒരു പേജ് ഉണ്ടായിരുന്നു, അബ്ദുൽ നാസർ TGI എന്നുള്ള എൻ്റെ ഒരു ലൈക്ക് പേജ് ഉണ്ടായിരുന്നു. ഞാൻ മൊബൈൽ ടിപ്സ് മാത്രം പോസ്റ്റ് ചെയ്യുന്നൊരു പേജാണ്. അത് എന്തോ ഒരു കാരണം കൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള എൻ്റെ എല്ലാ പോസ്റ്റുകളും ഈ ചുമ്മാ എന്നുള്ള ഈ പേജിലായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ സുഹൃത്തുക്കളും ഈ ചുമ്മാ എന്നുള്ള ഈ പേജ് ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ ലൈക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫോളോ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക. മാത്രമേ ഇനിയുള്ള എൻ്റെ എല്ലാ പോസ്റ്റുകളും, ഞാൻ ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും ചുമ്മാ എന്നുള്ള എൻ്റെ ഈ പേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വിവ വീഡിയോ എഡിറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് താഴെയായിട്ട് ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. മൈ സ്റ്റുഡിയോ എന്നുള്ള ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ക്രിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്കൊരു 5 ഓപ്ഷൻ നിങ്ങൾക്ക് എൻ്റർപ്രൈസ് സൈറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതിൽ നമ്മൾ സാധാരണ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റിയത് ഈ എഡിറ്റർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് പ്രോ എഡിറ്റർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ചോദിക്കുന്നത് ആഡ് ക്ലിപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോസ് ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എത്ര ഫോട്ടോ ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴെ കാണാം, ഇവിടെ ആയിട്ട് നമ്മളെ ഫോട്ടോസ് വരുന്നതായിരിക്കും. എത്ര ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് നമ്മൾ ഇതുവരെ ക്ലിക്ക് ചെയ്ത എല്ലാ ഫോട്ടോസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ ഈ ടൈറ്റിൽ എന്നുള്ള നിങ്ങൾക്ക് താഴെ കാണും, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നതിന് ശേഷം ഈ ടി എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിൽ ടൈപ്പ് ചെയ്യുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും, എൻ്റെ പേരാണെങ്കിൽ അബ്ദുൽ നാസർ എന്നുള്ളത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഓക്കെ കൊടുക്കുക. നമ്മൾ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നതാണ്. അതിന് ശേഷം നമുക്ക് താഴെ ഓക്കെ മുകളിൽ പേര് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണും. ഈ മ്യൂസിക്കിൽ കൊണ്ട് മ്യൂസിക്കിൻ്റെ ചിഹ്നം ഇവിടെ ക്ലിയർ വരുമ്പോൾ നമുക്കത് ഈ ഫോണിലുള്ള മ്യൂസിക് സെറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ അടുത്തത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ സോങ് പാടുന്നത് ഇവിടെ കേൾക്കാൻ പറ്റും. ഇതിൽ നമുക്ക് സോങ്ങിൻ്റെ ഫുള്ള് വേണ്ടെങ്കിൽ ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത്ര മതി, നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് ഒഴിവാക്കാം, അതുപോലെ ലാസ്റ്റ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത്രത്തോളം ആണെങ്കിൽ ആ ഫോട്ടോത്തിന് എത്രത്തോളം വേണം സോങ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എന്നുള്ള ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾക്കറിയാം ആ സോങ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. എന്നതിന് ശേഷം മുകളിൽ വീണ്ടും ഓക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം വരുന്നതിൻ്റെ മുന്നേ നമുക്ക് നല്ല തീംസ്, നമ്മൾ ഈ മൂവികളൊക്കെ കാണുമ്പോൾ മുന്നിൽ നമ്മൾക്കറിയില്ല ഓരോ മോഡലായിട്ട് വരുന്നു, അതുപോലെ തീംസ് സെലക്ട് ചെയ്യണമെങ്കിൽ തീംസ് നമ്മൾ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു മൂവിൻ്റെ ഒരു തീംസ്, ഈ തീംസ് ഞാൻ സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഏത് പേര് കൊടുക്കണമെങ്കിൽ വീണ്ടും ഇതിൽ നമുക്ക് ഏതെങ്കിലും പേര് കൊടുക്കാം. ഞാൻ നാസർ എന്നുള്ളത് ജസ്റ്റ് കൊടുത്ത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. എന്നതിന് ശേഷം നമ്മളെ ഫോട്ടോസ് വരും. എന്നതിന് ശേഷം വീണ്ടും മുകളിൽ ഓക്കെ കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യാം. ഞാൻ ഇതിൽ തീംസ് ഉണ്ട്, അതുപോലെ ഫോട്ടോസ് കൊടുക്കാം, അല്ല നമ്മളെ സൗണ്ട് കൊടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നമ്മളെ സൗണ്ട് കൊടുക്കാം. സോങ് വേണ്ടെങ്കിൽ വേറെയുള്ള വീഡിയോക്കൊക്കെ നമ്മളെ സൗണ്ട് ഇതിൽ കൊടുക്കാൻ പറ്റും ഇവിടെ. ഇനി വേറെ ഇതിൽ ഒരുപാട് നമുക്ക് ടൈറ്റിൽ മാറ്റി കൊടുക്കാം, ക്ലിപ്പ് എഡിറ്റ് ചെയ്യാം, എല്ലാതും ഉണ്ട്. എന്നതിന് ശേഷം ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മുകൾ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏതിലേക്കാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഫേസ്ബുക്ക്, വാട്സാപ്പിലേക്ക് കൊടുക്കുക. എന്നതിന് ശേഷം അത് 100 വട്ടം റണ്ണിങ് ആവും, 100 വരെ എണ്ണുന്ന വരെയുള്ള റണ്ണിങ് ആവും. അതിനുശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് എന്ന് കാണിക്കും മുകളിൽ. വേണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കണക്റ്റഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്.
ഇതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഫോളോ ഞാൻ വീഡിയോ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണ് എന്നുള്ളത്. എഡിറ്റ് എന്നുള്ള ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് വീഡിയോ ആഡ് ക്ലിപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ കൊടുക്കാം. എന്നതിന് ശേഷം ഇപ്പോൾ ഈ ഫോട്ടോസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ അതും ചെയ്യാനുള്ളത്. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കൂടെ ഞാൻ വീഡിയോയുടെ കൂടെ ലിങ്ക് വെക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. കൂട്ടത്തിൽ മറക്കരുത്, അബ്ദുൽ നാസർ എന്നുള്ള എൻ്റെ ലൈക്ക് പേജ് നഷ്ടപ്പെട്ട കാരണം കൊണ്ട് ഞാനിപ്പോൾ ചുമ്മാ എന്നുള്ള ഈ പേജിലൂടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. വീണ്ടും കാണാം.